നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് തൈരിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഏതൊരു പ്രായത്തിലുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് തൈര്. തൈര് ദിവസവും നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, അതിൽ പ്രോട്ടീൻ വളരെ കൂടുതലായിട്ടുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കെയ്സിൻ ആണ്. കെയ്സിൻ വളരെ നല്ല ഒരു പ്രോട്ടീനാണ്. ശരീരത്തിന് പൂർണ്ണമായിട്ടും അതിനെ ദഹിപ്പിച്ച് ആഗിരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ് പാലിലുള്ളത്. നമുക്കറിയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ മസിൽസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് കോശങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ. ഒരു 200 മില്ലി തൈര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 10 മുതൽ 12 ഗ്രാം വരെ പ്രോട്ടീൻ ലഭിക്കുന്നത്. അത് പക്ഷേ ഓരോ വെറൈറ്റി തൈരുകൾക്കും വ്യത്യസ്തമായിരിക്കും. കാരണം ഇപ്പം പാക്കറ്റുകളിലും ഒക്കെ പലതരത്തിലുള്ള തൈര് ലഭിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തൈരിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതൊരു നല്ല പ്രോബയോട്ടിക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ട നല്ല സൂക്ഷ്മാണുക്കളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക്കുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് തൈര്. അതുകൊണ്ട് തന്നെ നമുക്ക് വയറിനകത്ത് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമൊക്കെ ഉള്ളവർക്ക് ഈ തൈര് കഴിക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തൈരിൻ്റെതെന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം കാൽഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, കാൽഷ്യവും ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് വളരെ ആവശ്യമാണ്. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തെ മുഴുവനായിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശരീരത്തിന് സാധിക്കും. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള കാൽഷ്യത്തിൻ്റെ ഏകദേശം 49% ഒരു കപ്പ് തൈര് നമ്മളൊരു ദിവസം ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ്. ഇനിയും അടുത്തത്, ഇതിൽ നിറച്ച് വൈറ്റമിൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബി വൈറ്റമിൻ, B2, B12 മുതലായ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് തൈരിൽ. ഇത് നമ്മളുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ, നെർവ്സിൻ്റെ ഒക്കെ വളർച്ചയെ അത് സഹായിക്കും. ജന്മന ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളൊക്കെ തടയാനായിട്ടും ഈ വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഇനി വൈറ്റമിൻ B12 കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആനിമൽ ഫുഡ്സിലാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 ലഭിക്കാൻ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു നല്ല ഭക്ഷണമാണ് തൈരെന്ന് പറയുന്നത്. BP ഉണ്ടാവാനുള്ള സാധ്യത സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്നവരിൽ 31% കുറവായിരിക്കുമെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് അവരുടെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ സ്ഥിരം തൈര് കഴിക്കുന്നത് വഴി നമുക്ക് BP ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് നിർത്താൻ സാധിക്കും. അതുവഴി ഹാർട്ടിന് ഒരു സംരക്ഷണവും നൽകാനായിട്ട് സാധിക്കും. ഇനിയും സ്ത്രീകൾക്കുണ്ടാകുന്ന വെജൈനൽ ഇൻഫെക്ഷൻസ് സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്നവരിൽ കുറവായിരിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇനിയും മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിന് സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ തലമുടിയുടെയും ആരോഗ്യത്തിന് തൈര് വളരെ നല്ലതാണ്. ചില ആളുകൾക്ക് മുഖത്ത് കുരുക്കൾ ഉണ്ടാകുന്നത് അവരുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. തൈര് സ്ഥിരമായി കഴിക്കുക വഴി ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് കുറയ്ക്കുകയും അതുവഴി ഉണ്ടാകുന്ന മുഖക്കുരുക്കൾ തടയാനായിട്ടും സാധിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. തൈര് സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഓസ്റ്റിയോപോറോസിസ് തടയാൻ സാധിക്കും. അതായത് സ്ത്രീകൾക്ക് 50 വയസ്സ് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. അവരുടെ എല്ലിൻ്റെ ബലം കുറയുന്നു. ഇത് തടയാനായിട്ട് തൈര് ഉപയോഗിക്കുക വഴി സാധിക്കും. കാരണം അതിലെ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം എല്ലുകളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന മിനറൽസാണ്. ലാക്ടോസ് ഇൻടോളറൻസ്, പാല് ദഹിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ള ആളുകൾക്കും തൈര് ഉപയോഗിക്കാൻ സാധിക്കും. അതുവഴി പാലിൻ്റെ എല്ലാ ഗുണങ്ങളും അവർക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കണ്ടു തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. നല്ല പ്രോട്ടീൻ, കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B, വൈറ്റമിൻ D ഇതെല്ലാം ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ പോഷകങ്ങളും ശരീരത്തിന് വളരെ എളുപ്പത്തിൽ ആഗിരണം ചെയ്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ തൈര് ഉപയോഗിക്കുക, അതിൻ്റെ ഗുണങ്ങളൊക്കെ ആസ്വദിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.